നമസ്കാരം, കൊട്ടാരക്കര മീഡിയയിലേക്ക് സ്വാഗതം. വന്യജീവി ആക്രമണത്തിൽ നഷ്ടപരിഹാരം നൽകുന്നതിലെ മാനദണ്ഡങ്ങളിൽ മാറ്റം വരുത്തിയിരിക്കുകയാണ് സംസ്ഥാന സർക്കാർ. ഇനി മുതൽ വന്യജീവി ആക്രമണം വനത്തിന് അകത്തായാലും പുറത്തായാലും ധനസഹായം നൽകാൻ തീരുമാനമായിട്ടുണ്ട്. വന്യജീവി ആക്രമണത്തിൽ കൊല്ലപ്പെടുന്നവരുടെ കുടുംബത്തിന് 10 ലക്ഷം രൂപ ധനസഹായമാണ് സർക്കാർ നൽകുക. 4 ലക്ഷം രൂപ ദുരന്ത പ്രതികരണ നിധിയിൽ നിന്നും ബാക്കി 6 ലക്ഷം രൂപ വനം വകുപ്പ് തനത് ഫണ്ടിൽ നിന്നുമായിരിക്കും ലഭ്യമാക്കുക. മനുഷ്യ വന്യജീവി സംഘർഷം സംസ്ഥാന ദുരന്തമായി പ്രഖ്യാപിച്ച പശ്ചാത്തലത്തിലാണ് ഉത്തരവ്. പുതിയ മാനദണ്ഡ പ്രകാരമുള്ള സഹായത്തിന് മുൻകാല പ്രാബല്യവും ഉണ്ടായിരിക്കും. പാമ്പ്, തേനീച്ച, കടന്നൽ എന്നിവയുടെ ആക്രമണത്തിൽ മരിക്കുന്നവരുടെ കുടുംബത്തിന് 4 ലക്ഷം രൂപയും ധനസഹായമായി നൽകും. വന്യജീവി ആക്രമണത്തിൽ 40% മുതൽ 60% വരെയുള്ള അംഗവൈകല്യത്തിന് ദുരന്ത പ്രതികരണ നിധിയിൽ നിന്ന് 74,000 രൂപയും വനം വകുപ്പിൽ നിന്നുള്ള 1,26,000 രൂപയും ഉൾപ്പെടെ 2 ലക്ഷം രൂപ ലഭിക്കും. കൈ, കാൽ, കണ്ണ് എന്നിവ നഷ്ടപ്പെട്ടാലും ഈ ധനസഹായം ലഭിക്കും. ഒരാഴ്ചയിൽ കൂടുതൽ ആശുപത്രിവാസം വേണ്ടിവരുന്ന ഗുരുതരമായി പരിക്കേറ്റാൽ 1 ലക്ഷം രൂപ വരെ ധനസഹായം നൽകും. ഒരാഴ്ചയിൽ കുറവാണെങ്കിൽ SDRF-ൽ നിന്ന് 5,000 രൂപ മുതൽ 10,000 രൂപ വരെയാണ് ലഭിക്കുക. വന്യജീവി ആക്രമണത്തിൽ വീടുകൾ പൂർണ്ണമായോ ഭാഗികമായോ തകർന്ന കുടുംബങ്ങൾക്ക് വസ്ത്രങ്ങൾക്കും വീട്ടുപകരണങ്ങൾക്കുമായി 2,500 രൂപ വീതം ലഭ്യമാക്കാനും തീരുമാനമായിട്ടുണ്ട്.